ആ ഓ ശരിയുടെ ശരി ശരി. ഇത് 11:30 മണിക്കാട്ടെ ഫ്ലൈറ്റ്. സമയമായി. ഞാനിപ്പോൾ ഞങ്ങൾ പോകാൻ പോവാ. ഓ ശരി, ഞാൻ വിളിച്ചോടാം. ശരി ശരി ഓക്കെ ഓക്കെ ഓക്കെ. കാണുമെന്ന് തോന്നുന്നു. ഒരു മാസം എത്ര പെട്ടെന്നാണ് അങ്ങ് പോയത്. ഇനി എന്നാ ഇയാൾ അടുത്ത വരവ്? 1 വർഷം കഴിഞ്ഞ്. 1 വർഷം കഴിഞ്ഞ് ലീവ് കിട്ടത്തോ. യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ ഒരു ഭാഗ്യവന്മാർ. ഒരു ഗൾഫുകാരൻ്റെ ജീവിതമൊക്കെ വളരെ കഷ്ടമാണ്. ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചോളം ഗൾഫ് ജീവിതം ഒരു സ്വപ്നമാണ്. ഞാനും ഇതുപോലെ കുറേ സ്വപ്നങ്ങൾ കണ്ടതാണ്. ഒരു ഗൾഫുകാരൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ഒരു യാന്ത്രികമാണ്. അവിടെ ചെന്നാലേ അത് അനുഭവത്തിൽ മനസ്സിലാവും. ഇടേ ഇത്രയും ജീവിത സാഹചര്യങ്ങളൊക്കെ ഇയാൾ ഉണ്ടാക്കിയില്ല. എന്തുണ്ടാക്കിയാൽ എന്തുവാടും. കുറേ സമ്പാദിച്ച് കൂട്ടി. യഥാർത്ഥത്തിൽ എനിക്ക് ഇവിടെ നല്ല സുഹൃത്തുക്കൾ പോലും കുറവാണ്. നിങ്ങളെപ്പോലെ 1-2 സുഹൃത്തുക്കൾ മാത്രമേ യഥാർത്ഥത്തിൽ എനിക്കുള്ളൂ. ഞാൻ ഇവിടെ ലീവിന് വരുമ്പം ആദ്യം ബന്ധപ്പെടുന്നത് ആരെയാണ്? കാർപ്പൻ്റർ, പെയിൻറ്റർ, മേയ്സര്, ഇവരെ പോലുള്ള ആളുകളല്ലേ ഞാൻ ബന്ധപ്പെടുന്നുള്ളൂ. അല്ലാതെ ഞാനിവിടെ ആരെയാണ് ബന്ധപ്പെടുന്നത്? ഇവിടെ പിന്നെ എപ്പോഴും വീട് പണിയല്ലേ. ഇവിടെ തേരാപ്പാലം നടക്കുന്നതിനൊക്കെ ആഗ്രഹം. ഞാൻ പറയുന്നത് ശരിയാ. ഒരു കുടുംബമൊക്കെ ആയി വരുമ്പോൾ ഇതെല്ലാം മതിയാക്കി തിരികെ വരാൻ തോന്നും. നാട്ടിലൊരു വീട്, നമ്മുടെ കുടുംബം, കുട്ടികളുടെ വിദ്യാഭ്യാസം, കുടുംബക്കാരുടെ ആവശ്യങ്ങൾ, അതൊക്കെ ഇവിടെ നടക്കൂ. തൻ്റെ വാലിൻ്റെ ആരോ മൂടോട്ടാണല്ല. ഇനിയിപ്പം അവളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് വിഷമം. അവളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നിന്നു? ഒരു തരത്തിൽ ഈ ഗൾഫ് ജീവിതം വേണ്ടാന്ന് വെച്ചാൽ മനസ്സിൽ പലപ്പോഴും വിചാരിക്കുന്നു. അതൊക്കെ അങ്ങ് ചെയ്യാവൂടെ. പിന്നെ അവിടെ ചോദിട്ട് വിളിക്കണേ. അതെ അപ്പോൾ ഞാൻ ഇറങ്ങുന്നേ. വിളിക്കണേ. തീർച്ചയായും തീർച്ചയായും. ഞാൻ അറിയാം ആരോ ഞാൻ യാത്ര വഹിക്കുന്നില്ല. സത്യത്തിൽ നിന്റെ കണ്ണീര് നിന്നിട്ട് എനിക്ക് പോകാൻ. കുട്ടികളെവിടെ? അവരകത്ത് കിടന്ന് കറിയില്ല. എനിക്ക് നിങ്ങൾ തോന്നാതൊക്കെ സഹിക്കാൻ വയ്യ. നിന്റെ കരച്ചിൽ കാണുമ്പോൾ ഞാൻ എങ്ങനെയാ ഞാൻ മതിയാക്കാൻ പോയി. സത്യം നിങ്ങൾ എന്താ പറയുന്നേ? ഫ്ലൈറ്റിന് സമയമായി. എളുപ്പം കാറിൽ കയറ്. എന്റെ കരച്ചില് കണ്ടിട്ട് നിങ്ങൾ പോകാതിരിക്കേണ്ട. ഭർത്താവ് ഗൾഫിൽ പോകുമ്പോ ഭാര്യയെ കരയുന്നത് ഒരു ആചാരമാണേ. വേഗം ചെയ്യ്. ബാഗ് എടുത്തു ചെല്ല്.